ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ്. ഇഡി കസ്റ്റഡിയിൽ 10 ദിവസം തുടരും. അതേസമയം തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഡൽഹി റോസ് അവന്യൂ കോടതിക്ക് മുന്നിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിൽ തന്നെയാണ് ആ പ്രതിനിധികളെല്ലാവരും തന്നെ ഇപ്പോൾ സമരത്തിന് ചുക്കാൻ പിടിക്കുന്നത്. അതേസമയം തന്റെ ജീവിതം നാടിന് സമർപ്പിക്കുന്നുവെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരുന്നു. ജയിലിനകത്തായാലും പുറത്തായാലും താൻ രാജ്യത്തെ സേവിക്കുമെന്നും കെജ്രിവാൾ പറഞ്ഞു. ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ ഹാജരാകുന്നതിന് തൊട്ടുമുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അതേസമയം ഇതിനിടെ രക്തസമ്മർദ്ദം താഴ്ന്നതിനെ തുടർന്ന് കെജ്രിവാളിനെ കോടതിയിലെ വിശ്രമ മുറിയിലേക്ക് മാറ്റിയിരുന്നു. കുറച്ചുനേരം ഇവിടെ കഴിഞ്ഞ അദ്ദേഹത്തെ പിന്നീട് നില മെച്ചപ്പെട്ടപ്പോൾ കോടതി മുറിയിലേക്ക് തിരികെ എത്തിക്കുകയായിരുന്നു. മദ്യനയ കേസിൽ ഇഡി ജഡ്ജിയും ആരാചാരുമായി മാറുന്നുവെന്ന് കെജ്രിവാളിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ശരത് റെഡ്ഡിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അറസ്റ്റ്. വിശദമായി ചോദ്യം ചെയ്യണമെന്നതുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ നിയമമില്ലെന്നും അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചു. കേസിൽ കെജ്രിവാളിനെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു തെളിവും കേസിലില്ലെന്ന് അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ മനു അഭിഷേക് സിംഗ്വി പറഞ്ഞിരുന്നു. നേരത്തെ ഉന്നയിച്ച കാര്യങ്ങളാണ് ഇഡി തെളിവായി ഉന്നയിക്കുന്നത്. എന്നാൽ പണം എങ്ങോട്ടൊക്കെ പോയി എന്നതിന് തെളിവ് കണ്ടെത്താൻ ഇഡിക്ക് സാധിച്ചിരുന്നില്ല. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മുഖ്യമന്ത്രി അറസ്റ്റിലാകുന്നത്. അതേ പാർട്ടിയുടെ 4 മുതിർന്ന നേതാക്കളെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. നിലവിലെ അറസ്റ്റിന്റേതായ അടിയന്തര സാഹചര്യം എന്തായിരുന്നുവെന്ന് ഇഡി പറയുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അറസ്റ്റും ചോദ്യം ചെയ്യലും രണ്ടാണ്. അന്വേഷണ ഏജൻസി പറയുന്നത് കേൾക്കുന്ന റബ്ബർ സ്റ്റാമ്പ് അല്ല കോടതി. അതിനാൽ തന്നെ റിമാൻഡ് ചെയ്യുന്നതിൽ വിവേചനാധികാരം കോടതിക്കുണ്ട്. വലിയ വ്യവസായികളാണ് കേസിലെ സാക്ഷികളെന്നും സിംഗ്വി പറഞ്ഞു. അതേസമയം സിംഗ്വിയുടെ വാദം നീളുന്നതിൽ അതൃപ്തിയുമായി ഇഡി അഭിഭാഷകൻ എഴുന്നേറ്റു. ഈ ഘട്ടത്തിൽ മറ്റു വാദങ്ങൾ ക്രോഡീകരിച്ചു നൽകാൻ കോടതി ആവശ്യപ്പെട്ടു. അതിനിടെ കോടതിക്ക് പുറത്ത് ഡൽഹി പോലീസ് വലിയ സുരക്ഷ തന്നെയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. കോടതിയിൽ ശക്തമായ വാദപ്രതിവാദമാണ് നടന്നത്. അറസ്റ്റിനെ ന്യായീകരിച്ച് ഇഡി കോടതിയിൽ എത്തി. അരവിന്ദ് കെജ്രിവാളിനും AAPക്കുമെതിരെയും ഗുരുതര ആരോപണങ്ങളാണ് ഇഡി ഉന്നയിച്ചത്. മദ്യനയ കേസ് 100 കോടിയുടെ അഴിമതിയല്ല, മറിച്ച് 600 കോടിയുടെ അഴിമതിയാണെന്ന് ഇഡി പറഞ്ഞു. കെജ്രിവാളായിരുന്നു ഇതിന്റെ കിങ് പിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. AAP ആയിരുന്നു ഇതിന്റെ ഗുണഭോക്താവെന്നും ഹവാല പണം ഉപയോഗിച്ചെന്നും കുറ്റപ്പെടുത്തി. PMLA പ്രകാരമുള്ള നടപടികൾ പാലിച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്ന് ഇഡി വിശദീകരിച്ചു. മദ്യനയ രൂപീകരണത്തിനും ലൈസൻസ് അനുവദിക്കുന്നതിനും AAP നേതാക്കൾ കോഴ വാങ്ങി. നയത്തിനായി രൂപീകരിച്ച സമിതി നിഴൽ സമിതി മാത്രമായിരുന്നു. കെജ്രിവാളിന്റെ നേതൃത്വത്തിലാണ് നടപടികൾ നടന്നത്. സൗത്ത് ഗ്രൂപ്പിനായി വഴിവിട്ട ഇടപെടലുണ്ടായി. കെജ്രിവാളിന് മദ്യനയ രൂപീകരണത്തിൽ നേരിട്ട് പങ്കുണ്ട്. കവിതയ്ക്ക് വേണ്ടി സൗജന്യങ്ങൾ നൽകി. ഇതിന് വാട്സ്ആപ്പ് ചാറ്റ് അടക്കം തെളിവുണ്ട്. കെജ്രിവാളായിരുന്നു അഴിമതിയുടെ കിങ് പിൻ. വിജയ് നായർ ഇടനിലക്കാരനായി പ്രവർത്തിച്ചു. പഞ്ചാബ്, ഗോവ തെരഞ്ഞെടുപ്പുകൾക്ക് അഴിമതിയിലൂടെ ലഭിച്ച പണം AAP ഉപയോഗിച്ചുവെന്ന് കുറ്റപ്പെടുത്തി ഇഡി. ഗോവ തെരഞ്ഞെടുപ്പിന് 45 കോടി രൂപ ഉപയോഗിച്ചു. ശരത് റെഡ്ഡി, സോനം സാക്ഷിയുടെ മൊഴിയുണ്ട്. റിമാൻഡ് അപേക്ഷയിൽ വാട്സ്ആപ്പ് ചാറ്റുകളുമുണ്ട്. ഹവാല വഴിയും പണമിടപാട് നടന്നു. ചെന്നൈയിൽ നിന്ന് ഡൽഹിക്ക് പണമെത്തിക്കും, പിന്നീട് ഗോവയ്ക്ക് കൊണ്ടുപോകുകയായിരുന്നെന്ന് ഇഡി പറഞ്ഞു.